ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. നിതി ആയോഗിന്റെ 10ാമത് ഭരണസമിതി യോഗത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിച്ചു. പാകിസ്ഥാൻ ഭീകരാക്രമണങ്ങളെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷമെത്തി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശം. മഴക്കെടുതികൾ വിലയിരുത്താൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം. റഷ്യയും യുക്രൈനും 390 തടവുകാരെ വീതം മോചിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. നിതി ആയോഗിന്റെ 10ാമത് ഭരണസമിതി യോഗത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിച്ചു. 2047ഓടെ വികസിത ഭാരതത്തിനായി വികസിത സംസ്ഥാനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും കേന്ദ്രമന്ത്രിമാരും നീതി ആയോഗ് CEOയും അംഗങ്ങളും ഭരണസമിതി യോഗത്തിൽ പങ്കെടുത്തു. രാജ്യം നേരിടുന്ന വികസന വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ സംസ്ഥാനങ്ങളുടെ പങ്കിനെക്കുറിച്ച് സമവായം സൃഷ്ടിക്കുന്നതിനും യോഗം വേദിയായി. പാകിസ്ഥാൻ ഭീകരാക്രമണങ്ങളെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരാക്രമണങ്ങൾ പതിറ്റാണ്ടുകളായി ഇന്ത്യ അനുഭവിച്ചിട്ടുണ്ടെന്ന് UN സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് പറഞ്ഞു. സായുധ സംഘടനകളിൽ സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള തുറന്ന ചർച്ചയ്ക്കിടെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഭീകരവാദികളും സാധാരണക്കാരും തമ്മിൽ വേർതിരിവ് കാണിക്കാത്ത ഒരു രാജ്യത്തിന് സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യതയില്ലെന്ന് P. ഹരീഷ് പറഞ്ഞു. Earlier this month, the Pakistani army deliberately shelled our border villages, killing more than 20 civilians and injuring more than 80. There was intentional targeting of places of worship, including gurudwaras, temples and convents, as well as medical facilities. To preach at this body after such behavior is grossly hypocritical. Let us be clear. Protection of civilians should not serve as an argument for protection of UN-designated terrorists. The international community must come together on zero tolerance for terrorism and calling out those who sponsor and defend it. പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് അടുത്ത മാസം 23 വരെ നീട്ടി വ്യോമയാന മന്ത്രാലയം. പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്തതും സൈനിക വിമാനങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാന്റെ ഉടമസ്ഥതയിലുള്ളതും വാടകയ്ക്കെടുത്ത് പ്രവർത്തിപ്പിക്കുന്നതുമായ വിമാനങ്ങൾക്ക് ഇക്കാലയളവിൽ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാനാവില്ല. ലാഭവിഹിതമായി ലഭിച്ച 2.61 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് നൽകാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനം. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിൽ മുംബൈയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ആഭ്യന്തര ആഗോള സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത ബോർഡ് ഈ വർഷത്തെ RBIയുടെ വാർഷിക റിപ്പോർട്ടിനും യോഗം അംഗീകാരം നൽകി. എല്ലാ കേന്ദ്ര സായുധ പോലീസ് സേനകളിലും 6 മാസത്തിനുള്ളിൽ കേഡർ റിവ്യൂ നടത്താൻ ഉത്തരവിട്ട് സുപ്രീംകോടതി. ITBP, BSF, CRPF, CISF, SSB എന്നിവയുൾപ്പെടെയുള്ള സേനകളിൽ 2021 നടത്താൻ റിവ്യൂ ആദ്യം തീരുമാനിച്ചിരുന്നുവെങ്കിലും കാലതാമസം നേരിടുകയായിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ച് 3 മാസത്തിനുള്ളിൽ ഉചിതമായ തീരുമാനമെടുക്കാനും കോടതി നിർദ്ദേശിച്ചു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ജർമ്മനി നൽകിയ പിന്തുണയ്ക്ക് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നന്ദി അറിയിച്ചു. ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡേഫുളുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം പരാമർശിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം, സുരക്ഷ എന്നീ മേഖലകളിലെ ബന്ധം ഏറെ ശക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. I have seen that in the last few years, once again, there is a realization in both countries that there is something that we have to offer to each other, and the defense and security of both countries would be very much stronger through our cooperation. And we see this reflected in exercises, in the visits of German ships to the Indo-Pacific and to Indian ports. We see it reflected in enhanced export licensing practices. നയതന്ത്ര ചർച്ചകൾക്കായി നിയോഗിച്ച 4 ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങളുമായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ആശയവിനിമയം നടത്തി. കോൺഗ്രസ് നേതാവ് ശശി തരൂർ, BJP നേതാവ് രവിശങ്കർ പ്രസാദ്, NCP-SP നേതാവ് സുപ്രിയ സുലെ, BJP നേതാവ് ബൈജയന്ത് പാണ്ഡെ എന്നിവരുടെ പ്രതിനിധി സംഘമാണ് ചർച്ചകളിൽ ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 122ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭിക്കും. തുടർന്ന് മലയാള പരിഭാഷയും ഉണ്ടായിരിക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിലെ പൂഞ്ചിലെത്തി. പാക് ഷെൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിലേക്ക് നടത്തുന്ന 2ാമത്തെ സന്ദർശനമാണിത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും അദ്ദേഹത്തോടൊപ്പമുണ്ട്.
റഷ്യയും യുക്രൈനും 390 തടവുകാരെ വീതം മോചിപ്പിച്ചു. ഇസ്താംബൂളിലെ ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്തിടെ നടന്ന നേരിട്ടുള്ള ചർച്ചകളിലെ കരാർ പ്രകാരം വരും ദിവസങ്ങളിൽ കൂടുതൽ തടവുകാരെ മോചിപ്പിക്കും. നിലവിലെ തടവുകാരുടെ കൈമാറ്റം പൂർത്തിയായി കഴിഞ്ഞാൽ ദീർഘകാല സമാധാന കരാറിനുള്ള വ്യവസ്ഥകൾ വിശദീകരിക്കുന്ന കരട് രേഖ കൈമാറുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തി. ഇത്തവണ പ്രതീക്ഷിച്ചതിലും 8 ദിവസം മുൻപാണ് കാലവർഷം എത്തിയത്. അടുത്ത 6 ദിവസം സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയാണ്. 9 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലും ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തീവ്രമഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാര മേഖലകളിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതികൾ വിലയിരുത്താൻ മന്ത്രിമാരും MLA-മാരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന യോഗം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് ചേരും. ഒരു റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കൻ ജില്ലകളിൽ പെയ്ത മഴ ഇപ്പോൾ മറ്റ് ജില്ലകളിലും വ്യാപിക്കുകയാണ്. മഴയോടൊപ്പം വീശിയടിക്കുന്ന ശക്തമായ കാറ്റ് പലയിടങ്ങളിലും നാശനഷ്ടം വിതച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ മരം വീണ് കൊല്ലം സ്വദേശിക്ക് പരിക്കേറ്റു. ശക്തമായ കാറ്റിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ മേൽക്കൂര തകർന്നു. വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പലയിടത്തും വൈദ്യുതി പോസ്റ്റുകൾ നിലംപൊത്തിയതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അരുവിക്കര ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 1 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ ഉയർത്തി. കോഴിക്കോട് പെയ്ത മഴയിലും കാറ്റിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കടലുണ്ടി വൈദ്യുത പോസ്റ്റിന് മുകളിലേക്ക് മരം വീണുണ്ടായ തടസ്സം ഫയർഫോഴ്സ് നീക്കം ചെയ്തു. ആളപായമില്ല. കോഴിക്കോട് നല്ലളത്ത് വൈദ്യുതി ടവർ ശക്തമായ കാറ്റിൽ ചരിഞ്ഞു. കൊച്ചി കുമ്പളത്ത് ഇന്നലെ രാത്രി പെയ്ത മഴയിൽ റോഡിലേക്ക് വീണ KSEB പോസ്റ്റിൽ തട്ടി ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന വയോധികൻ മരിച്ചു. കണ്ണൂരും ശക്തമായ മഴ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകുന്നേരം 7:30 ജയ്പൂരിലാണ് മത്സരം. മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ വിഭാഗം സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ഇന്ന് ജപ്പാൻ താരത്തെ നേരിടും. ഫ്രാൻസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്ത് സെമിഫൈനലിൽ പ്രവേശിച്ചത്. ഹാർവാർഡ് സർവകലാശാലയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ചേർക്കുന്നതിനുള്ള സർട്ടിഫിക്കേഷൻ റദ്ദാക്കിയ ട്രംപ് ഭരണകൂടത്തിന്റെ ഉത്തരവ് US കോടതി താൽക്കാലികമായി തടഞ്ഞു. സർട്ടിഫിക്കേഷൻ റദ്ദാക്കി 1 ദിവസത്തിന് ശേഷമാണ് കോടതിയുടെ തീരുമാനം. സ്വർണ്ണവിലയിൽ വർധന. സ്വർണ്ണം ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 8,990 രൂപയും പവന് 400 രൂപ കൂടി 71,920 രൂപയുമാണ് ഇന്നത്തെ വില. മുഖ്യമന്ത്രി പിണറായി വിജയന് ജന്മദിനാശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രിക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമ കുറിപ്പിൽ പറഞ്ഞു. 6ാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയ്ക്ക് കൊല്ലം കൊട്ടാരക്കരയിൽ തുടക്കമായി. സാംസ്കാരിക വകുപ്പും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേള ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മേള നാളെ അവസാനിക്കും. കോവിഡ് കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കിടക്കകൾ, ഓക്സിജൻ, മരുന്നുകൾ, വാക്സിനുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ ഡൽഹി സർക്കാർ ആശുപത്രികളോട് ആവശ്യപ്പെട്ടു. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലെയും ഇൻഫ്ലുവൻസ, കടുത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ സംയോജിത ആരോഗ്യ വിവര പ്ലാറ്റ്ഫോം പോർട്ടലിൽ ദിവസേന റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകി. നിലവിൽ ഒരു തരത്തിലുള്ള പരിഭ്രാന്തിയുടെയും ആവശ്യമില്ലെന്നും ഏത് സാഹചര്യവും നേരിടാൻ സർക്കാർ സജ്ജമാണെന്നും ഡൽഹി ആരോഗ്യമന്ത്രി പറഞ്ഞു. നാഗാലാൻഡിൽ 14 കിലോഗ്രാമിലധികം ലഹരി വസ്തുക്കൾ സുരക്ഷാസേന പിടികൂടി. CRPF-ഉം പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ മണിപ്പൂരിൽ നിന്ന് ദിമാപൂരിലേക്ക് പോകുകയായിരുന്ന മണിപ്പൂർ രജിസ്ട്രേഷൻ വാഹനത്തിൽ നിന്നാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര ചർച്ചകളിൽ പരസ്പര ബഹുമാനമാണ് വേണ്ടതെന്ന് യൂറോപ്യൻ യൂണിയൻ വ്യാപാര മേധാവി മാരോസ് സെഫ്കോവിച്ച്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അമേരിക്കയിലേക്ക് അയക്കുന്ന എല്ലാ സാധനങ്ങൾക്കും 50% തീരുവ ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിനെ തുടർന്നാണ് പരാമർശം. പ്രധാന വാർത്തകൾ വീണ്ടും. നിതി ആയോഗിന്റെ 10ാമത് ഭരണസമിതി യോഗത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിച്ചു. പാകിസ്ഥാൻ ഭീകരാക്രമണങ്ങളെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷമെത്തി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശം. മഴക്കെടുതികൾ വിലയിരുത്താൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം. റഷ്യയും യുക്രൈനും 390 തടവുകാരെ വീതം മോചിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.